നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. പത്രോസിന്റെ തളിപ്പറച്ചിൽ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായത്തിന്റെ 69 മുതൽ 75 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. എന്നാൽ പത്രോസ് പുറത്ത് നടുമുറ്റത്ത് ഇരുന്ന് അവന്റെ അടുക്കൽ ഒരു വേലക്കാരത്തി വന്നു, നീയും ഗലീലക്കാരനായ യേശുവിനോടുകൂടെ ആയിരുന്നുവല്ലോ എന്ന് പറഞ്ഞു. അതിന് അവൻ, നീ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല എന്നെല്ലാവരും കേൾക്കെ തള്ളിപ്പറഞ്ഞു. പിന്നെ അവൻ പടിപ്പുരയിലേക്ക് പുറപ്പെടുമ്പോൾ മറ്റൊരുത്തി അവനെ കണ്ടു. അവിടെ ഉള്ളവരോട്, ഇവനും നസറേയനായ യേശുവിനോട് കൂടെ ആയിരുന്നു എന്ന് പറഞ്ഞു. ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് അവൻ രണ്ടാമതും ആണയോടെ തള്ളിപ്പറഞ്ഞു. അല്പനേരം കഴിഞ്ഞിട്ട് അവിടെ നിന്നവർ അടുത്തു വന്നു പത്രോസിനോട്, നീയും അവരുടെ കൂട്ടത്തിൽ ഉള്ളവൻ സത്യം, നിന്റെ ഉച്ചാരണവും നിന്നെ വെളിവാക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ, ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് പ്രാകുവാനും ആണയിടുവാനും തുടങ്ങി. ഉടനെ കോഴി കൂകി. എന്നാറേ കോഴി കൂകും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയുമെന്ന് യേശു പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്ത് പുറത്തുപോയി അതിദുഃഖത്തോടെ കരഞ്ഞു. പത്രോസ് അപ്പോസ്തലൻ കർത്താവ് ആദ്യം രക്ഷയെങ്കിലേക്ക് നയിച്ചവരിൽ ഒരാളാണ്. ഒന്നാമൻ പത്രോസ് എന്ന് എഴുതിയിട്ടുമുണ്ട്. മാത്രവുമല്ല, യേശു യായിറോസിന്റെ മോളെ ഉയർപ്പിച്ചപ്പോഴും മറുമലയിൽ പ്രാർത്ഥിക്കാൻ പോയപ്പോഴും ഗെത്സമനയിൽ പ്രാർത്ഥിക്കാൻ പോയപ്പോഴും 3 പേരെ കൊണ്ടുപോയതിൽ ഒന്ന് പത്രോസായിരുന്നു. പത്രോസാണ് യേശു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ആദ്യം ഏറ്റുപറഞ്ഞത്. അങ്ങനെ ശിഷ്യന്മാരിൽ താരതമ്യേന വളരെ കഴിവുള്ള ആളും വളരെ ധൈര്യമുള്ള ആളുമാണ് പത്രോസ്. ഒരിക്കൽ യേശു കടലിൻ്റെ മീതെ നടന്നു വന്നപ്പോൾ, ഞാനും കടലിൻ്റെ മീതെ നടക്കട്ടെ എന്ന് ചോദിച്ചു. നീ വരിക എന്ന് പറഞ്ഞു. കുറേ ദൂരം പത്രോസ് കടലിൻ്റെ മീതെ നടന്നതാണ്. അങ്ങനെ വേറൊരു ശിഷ്യനും ഒരനുഭവം ഉണ്ടായിട്ടില്ല. പക്ഷേ പത്രോസിന് അമിതമായ ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ജീവിതം അല്ലെങ്കിൽ ആത്മീക ജീവിതം എന്ന് പറയുന്നത് അത് ആത്മവിശ്വാസത്തിൽ അധിഷ്ഠിതമല്ല. അത് നമ്മുടെ സെൽഫ് വില്ലിൽ, നമ്മുടെ സ്വയ തീരുമാനത്തിൽ വിജയിപ്പിക്കാനായിട്ട് സാധിക്കുകയില്ല. ദൈവത്തിൻ്റെ സഹായം ആണ് ആത്മീയ ജീവിതത്തിന് ആവശ്യം. പൗലോസ് ഒരിക്കൽ പറഞ്ഞു, ഞാൻ ദൈവത്തിൻ്റെ സഹായം ലഭിക്കാൻ ഇന്ന് വരെ നിൽക്കുകയും ചെറിയവരോടും വലിയവരോടും സാക്ഷ്യം പറഞ്ഞ് പോരുകയും ചെയ്യുന്നു. പിന്നെ ഒരിക്കൽ പൗലോസ് പറഞ്ഞു, എല്ലാവരെക്കാളും ഞാൻ അധ്വാനിച്ചു, ഞാനല്ല, എന്നോട് കൂടെയുള്ള ദൈവ കൃപയത്രേ. അപ്പോൾ ദൈവത്തിൻ്റെ സഹായമാകുന്ന കൃപ നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ യേശുവിനെ തള്ളിപ്പറയാതിരിക്കാനും ലജ്ജ കൂടാതെ യേശുവിനെ സാക്ഷിക്കാനും യേശുവിന് വേണ്ടി കഷ്ടതയും അല്ലെങ്കിൽ പീഡയും സഹിക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ. ഇവിടെ പത്രോസ് തൻ്റെ ഇതപര്യന്തമുള്ള ജീവിതത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ജീവിത വിജയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് യേശുവിനോട് പറയുന്നത്, ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ല, ഞാൻ നിനക്ക് വേണ്ടി മരിക്കാനിരിക്കുകയാണ്. അത് വളരെ ശരിയാണ്. പത്രോസിന് യേശുവിനോട് വളരെ സ്നേഹമുണ്ടായിരുന്നു. പത്രോസിന് യേശുവിൽ മറ്റ് ശിഷ്യന്മാരെക്കാൾ അധികം വിശ്വാസം ഉണ്ടായിരുന്നു എന്നൊക്കെ ഉള്ളത് ശരിയാണ്. പക്ഷേ ഏതൊരു വിശ്വാസിയും ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുമ്പോൾ മാത്രമേ നമുക്ക് വിജയമുണ്ടാകുകയുള്ളൂ. കാരണം 3 കാര്യങ്ങൾ നമുക്കെതിരാണ്. ഈ ലോകത്തിൻ്റെ വ്യവസ്ഥിതികൾ നമുക്കെതിരാണ്, അല്ലെങ്കിൽ ഈ ലോകത്തിലുള്ള പല കാര്യങ്ങളും നമ്മളെ ആകർഷിക്കുന്നതാണ്. രണ്ടാമത്, നമ്മളുടെ ജഡപ്രകൃതി, നമ്മുടെ സ്വയം, അത് നമുക്കെതിരാണ്. യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച ആളുകൾ പഴയ ശരീരത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ആ പഴയ മനുഷ്യൻ്റെ
സ്വാധീനം, പഴയ മനുഷ്യൻ്റെ പഴയ സ്വഭാവം, പഴയ മനുഷ്യൻ്റെ പെരുമാറ്റം, ഇതൊക്കെ പൊങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. അതിനെ അമർത്തുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു കടമ. അപ്പം നമ്മുടെ സ്വയം നമുക്കെതിരാണ്, നമ്മുടെ ജഡപ്രകൃതി, ജഡസ്വഭാവം അത് നമ്മിലുണ്ട്, അത് നമുക്കെതിരാണ്. മൂന്നാമത് പിശാച് നമുക്കെതിരാണ്. നമ്മൾ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് സ്വർഗാവകാശിയായി എന്നുള്ളത് പിശാചിനറിയാം. അത് തിരിച്ചെടുക്കാൻ സാധിക്കുകയില്ല. പക്ഷേ നമ്മുടെ പ്രതിഫലം നഷ്ടപ്പെടുത്താനും നമ്മുടെ രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെടുത്താനും പിശാചിന് പലതും ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ലോകവും ജഡവും പിശാചും നമുക്കെതിരായതുകൊണ്ട് എപ്പോഴും നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കണം. ഞാൻ ഇതുവരെ ലിസ്റ്റിൽപ്പെട്ട ഒരു പാപവും ചെയ്തിട്ടില്ല എന്നതിൽ നമുക്ക് ആശ്രയിക്കാൻ സാധിക്കുകയില്ല. ഇതുവരെ നമ്മൾ തെറ്റിയില്ലായിരിക്കാം, അത് നാളെ തെറ്റുകയില്ലെന്നുള്ളതിന് ഉറപ്പൊന്നുമല്ല. അതുകൊണ്ട് എപ്പോഴും സദാ ദൈവത്തിലുള്ള ആശ്രയം, അതാണ് നമുക്ക് വേണ്ടത്. പത്രോസ് തൻ്റെ ജഡത്തിൽ ആശ്രയിച്ചുകൊണ്ട്, വിൽപ്പവറിൽ ആശ്രയിച്ചുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ല. പക്ഷേ കർത്താവേ, നീ കൃപ തരുമെങ്കിൽ, ദൈവകൃപയുണ്ടെങ്കിൽ, ദൈവസഹായം ഉണ്ടെങ്കിൽ എന്നാണ് പറയേണ്ടത്. യേശു പറഞ്ഞു, കോഴി കൂവുന്നതിന് മുമ്പേ നീ എന്നെ 3 വട്ടം തള്ളിപ്പറയും. അത് അക്ഷരപ്രകാരം സംഭവിച്ചു. യേശുവിനെ പിടിച്ചുകൊണ്ടുപോയ സമയത്ത് മറ്റേ ശിഷ്യന്മാരൊക്കെ ഓടി എവിടെയോ ഒളിച്ചു. പക്ഷെ പത്രോസ് കുറേ ധൈര്യം അവലംബിച്ച് മഹാപുരോഹിതൻ്റെ അരമനയുടെ മുറ്റത്ത് വരെ എത്തി. അകത്തെ വിസ്താരമൊക്കെ കുറച്ചൊക്കെ പത്രോസിന് കേൾക്കാം. നല്ല തണുപ്പുള്ള സമയമാണ്. അപ്പോൾ അവരവിടെ തീ കൂട്ടി. മുറ്റത്തുള്ള ആളുകൾ വേലക്കാരും ഒക്കെയാണ്. പത്രോസും അവിടെ തീ കായാനായിട്ട് ചെന്നു. പത്രോസിൻ്റെ മുഖം മനസ്സിലാക്കിയ ഒരാൾ പറഞ്ഞു, നീ യേശുവിനോട് കൂടെയുള്ള ആളാണല്ലോ. ധൈര്യമായിട്ട് പത്രോസ് പറയണം, ഞാനാണ്. നിങ്ങൾ കേൾക്കുന്നത് പോലെ അറിയുന്ന പോലുള്ള തെറ്റൊന്നും യേശു ചെയ്തിട്ടില്ല, ഞാൻ 3.5 വർഷം ആ കൂടെ ഉണ്ടായിരുന്ന ആളാണ് എന്ന് സാക്ഷിക്കാണ് വേണ്ടത്. പക്ഷേ പത്രോസ് പേടിച്ചിട്ട് പറഞ്ഞു, തന്നെക്കടെ പിടിക്കും കൊല്ലുമെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞു, ഞാൻ അവനെ അറിയുന്നില്ല. കുറച്ചു നേരം കഴിഞ്ഞ് മറ്റൊരാൾ പത്രോസിനോട് പറഞ്ഞു, നീ അവനോട് കൂടെയുള്ള ആൾ തന്നെയാണല്ലോ. കാരണം പത്രോസിനെ അവിടെ കണ്ടിട്ടില്ല. അപ്പോൾ പത്രോസ് ആണയിട്ട് പറഞ്ഞു, അയ്യോ ഞാനല്ല. കുറേ നേരം കഴിഞ്ഞപ്പോൾ മറ്റൊരാൾ പത്രോസിനോട് പറയുകയാണ്, അല്ലെങ്കിൽ ജനത്തോട് പറയുകയാണ്, ഇവൻ അവനോട് കൂടെയുള്ള ആൾ തന്നെ, ഇവൻ്റെ ഉച്ചാരണവും അത് വെളിവാക്കുന്നു. അപ്പോൾ പത്രോസ് ആണയിടാനും പ്രാകാനും തുടങ്ങി. ഞാൻ അറിയുന്നില്ല ആ മനുഷ്യനെന്നാണ് പറയുന്നത്. യേശു എന്നുള്ള വാക്കുപോലും പറയുന്നില്ല. ആ കൃത്യസമയത്ത് കോഴി കൂവുകയാണ്. അപ്പോൾ പത്രോസിന് ഓർമ്മ വന്നു, കോഴി കൂവുന്നതിന് മുമ്പേ നീ എന്നെ 3 വട്ടം തള്ളിപ്പറയും. അത് പത്രോസ് ഒരു ജഡീകനോ പത്രോസ് ഒരു അനാത്മികനോ ആയതുകൊണ്ടല്ല, അതാണ് മനുഷ്യപ്രകൃതി. യേശുവിനോട് കൂടെ ഉണ്ടായിരുന്ന ആളുകളിൽ ചൊവ്വുള്ള ആളുടെ കാര്യം ഇതാണ്. ഒരു പാഠം നമ്മയെല്ലാം പഠിപ്പിക്കാനാണ്. എപ്പോഴും ദൈവകൃപയിൽ ആശ്രയിച്ചു കൊള്ളണം. പല വിശ്വാസികളും പറയുന്നത്, ഞാൻ വ്യഭിചാരം ചെയ്തിട്ടില്ല, മോഷ്ടിച്ചിട്ടില്ല, കൊലപാതകം ചെയ്തിട്ടില്ല, കള്ളസാക്ഷ്യം പറയാൻ പോയിട്ടില്ല. അതൊക്കെ ന്യായപ്രമാണമാണ്, യഹൂദനുള്ള പ്രമാണമാണ്. നമ്മെ സംബന്ധിച്ച് കർത്താവ് പറഞ്ഞത്, മോഹം ഉണ്ടെങ്കിൽ വ്യഭിചാരം, ആഗ്രഹമുണ്ടെങ്കിൽ മോഷണം, പിന്നെ സഹോദരനോട് കോപിച്ചാൽ കൊലപാതകം. ഇതാണ് നമ്മുടെ പ്രമാണം. പ്രിയപ്പെട്ടവരെ, ആ പ്രമാണത്തിൽ തെറ്റിപ്പോകാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് നമുക്ക് എല്ലാ നിമിഷവും ദൈവകൃപ വേണം. ദൈവത്തിൻ്റെ സഹായം ലഭിച്ചാൽ ഞാൻ തള്ളിപ്പറയുകയില്ല. ദൈവത്തിൻ്റെ ശക്തി ലഭിച്ചാൽ ഞാൻ യേശുവിനെ തള്ളിപ്പറയുകയില്ല. ഇതല്ലാതെ നമുക്ക് ഒന്നും പറയാൻ സാധിക്കില്ല. ആത്മീക ജീവിതം എന്ന് പറയുന്നത് അത് നമ്മുടെ വിൽപ്പവറിൽ വിജയം തരുന്നതല്ല. ദൈവത്തിൻ്റെ സഹായം എപ്പോഴും തേടാനായിട്ട് നമുക്ക് സാധിക്കണം. അതുകൊണ്ടാണ് ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എപ്പോഴും പ്രാർത്ഥിപ്പീൻ എന്നൊക്കെ നാം വായിക്കുന്നത്. എന്തായാലും പത്രോസ് പുറത്തുപോയി, ആ മൈതാനം വിട്ട് മുറ്റം വിട്ട് പുറത്തുപോയി അതിദുഃഖത്തോടെ കരഞ്ഞു. അവന് മനസ്സിലായി, ദൈവത്തിൻ്റെ സഹായം വേണം,
ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി എപ്പോഴും യാചിക്കണം. അങ്ങനെ ദൈവം ബലപ്പെടുത്തണം. എങ്കിൽ മാത്രമേ കർത്താവിനെ തള്ളിപ്പറയാൻ ഒരു ആത്മീയ ജീവിതം നയിക്കാൻ കഴിയൂ എന്ന് പത്രോസിന് മനസ്സിലായി. പ്രിയപ്പെട്ടവരെ, പത്രോസിനുണ്ടായ ഈ അനുഭവം നമുക്കൊരു വലിയ പാഠമായി തരാൻ ഇടയാകണം. നമ്മൾ എപ്പോഴും ദൈവകൃപയിൽ ആശ്രയിച്ചാൽ മാത്രമേ കർത്താവിൻ്റെ സ്വഭാവവും കർത്താവിൻ്റെ നിലവാരവും നമുക്കുണ്ടാകുകയുള്ളൂ. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എപ്പോഴും പ്രാർത്ഥനാ നിരതരായി പ്രാർത്ഥനയിൽ ജാഗരിച്ചുകൊണ്ട് എപ്പോഴും ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.